ഡിക്കടക്കല്ലേ ഒരാളും കൂടി ഉണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്കല്ലോ പോകുന്നത്. ഞാനും തിരുവനന്തപുരത്തേക്കല്ലല്ലോ പോകുന്നത്. നിങ്ങളുടെ കൂടെ വരുന്നു. എങ്ങോട്ട്? അനുമോളെ കാണാൻ. അതിന് നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞു? ഓ, ആ തീരുമാനം ഞാൻ മാറ്റി. ഇന്നലെ രാത്രിയിൽ ഞാൻ അനുമോളെ സ്വപ്നം കണ്ടു. ശോ, എന്നിട്ട് സ്വപ്നത്തിലൊന്ന് അനുമോള് എന്ന് പറഞ്ഞിങ്ങനെ കരയുക. എന്നാലും ദൂരദർശൻ ഡയറക്ടർ വെയിറ്റ് ചെയ്യിക്കുന്നത് ശരിയാണോ? പോവാൻ പറ. അനുമോളേക്കാൾ വലുതാണോ ദൂരദർശൻ? വേണ്ട ജോസൂട്ടി, നീ ചെല്ലേ. ഒന്നാമത് വണ്ടിക്കകത്ത് സ്ഥലമില്ല, മുഴുവൻ ലഗേജാ. അത് സാരമില്ല, ബോണറ്റും ഇരുന്നെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അനുമോളെ കണ്ടില്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ അവിടെ പോവാ. മടക്കതോളില്ലല്ലോ. പിന്നെ ശരി ശരി. ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇപ്പൊ തിരിച്ചു കയറാനൊന്നും നിക്കണ്ടെന്നേ. അവിടെ കിടന്ന് അടിക്കട്ടെ. അല്ല, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? പിന്നെ അവര് വന്നാലുടനെ പുറപ്പെടണ്ടേ? എന്താ ജോസൂട്ടി? അല്ല, അത് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു തരം വിങ്ങലാണെന്ന് ആരോ പണ്ട് എഴുതിയിട്ടുണ്ടേ. ആരും ഒന്നുമല്ല, MT എഴുതിയതാ. അതെ, കറക്റ്റ്. എന്റെ മനസ്സിലും അതിങ്ങനെ വിങ്ങി പൊട്ടാറായി നിൽക്കുക. സോണിയോട് ഒന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കാം. അയ്യോ, അങ്ങനെ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാനെങ്കിലും ജോസൂട്ടി കാര്യം പറ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഓ, അതൊന്നും സാരില്ലെന്നേ. എവിടെ വേണമെങ്കിലും തുടങ്ങിക്കോ. റെഡി, സ്റ്റാർട്ട്, ആക്ഷൻ. പറയാല്ലേ, ഈ ഊട്ടിയുടെ തണുത്തുറഞ്ഞ അറ്റ്മോസ്ഫിയറിലെങ്കിലും ഞാൻ സോണിയോട് എന്റെ മനസ്സിൽ കത്തിക്കാളുന്ന തീയെ. അയ്യോ, എന്റെ പൊന്ന് പ്രേംകാന്തി, ചതിക്കല്ലേ. സാഹിത്യം ഒന്നും വേണ്ട. ഉള്ള കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് തുറന്നു പറ. മറ്റൊന്നുമല്ല, എനിക്ക് സോണിയോളം വിദ്യാഭ്യാസം ഇല്ല. എങ്കിലും എന്നെങ്കിലും ഒരു വലിയ ഫിലിം ഡയറക്ടർ ആവണമെന്നാ എന്റെ ആഗ്രഹം. ജസ്റ്റ് ലൈക്ക് ബെർലുച്ചി, കൊറസോവ, ബർഗ്മാൻ. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സോണി കൂടി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണിരത്നം സുഹാസിനി ടീം പോലെ ഒരുമിച്ച് മുന്നോട്ടങ്ങോട്ട് നീങ്ങായിരുന്നു. ഇതെന്റെ മനസ്സിന്റെ അത്യാഗ്രഹമാവാം. എങ്കിലും ഞാൻ തുറന്നു പറയാ, സോണിയെ എനിക്കിഷ്ടമാണ്, സ്നേഹമാണ്, മറ്റെന്തിനേക്കാളും. ജോസൂട്ടിയുടെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേൾക്കാൻ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു എന്നറിയോ? കർത്താവേ, സോണി, ഐ ലവ് യു. I love you. Sorry, I love you. I love you too much. താനെന്തിനാ എന്നെ കയറി പിടിച്ച്? അറിവ് കേട്ടുമുണ്ട് പോയാ പൈതക്കാര. എന്താ ജോസൂട്ടി എന്താ പറയാൻ വന്നത്? പറയാൻ വന്നതൊക്കെ ഈ പാണ്ടി കൊണ്ടുപോയി. പിന്നെ പറയാം. ഭർത്താവേ, ഇന്നത്തെ ഡേ ശരിയല്ല. അതൊക്കെ ശരിയാ, എന്നാലും എന്നെ കൊണ്ട് മേല. ഇങ്ങനെയായാലും എങ്ങനെ എന്റെ ആൻസി? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് വല്ല മഹാസംഭവം മറ്റോ ആണോ? ചേർത്ത് ധൈര്യമായിട്ടിരിക്കെ, ബാക്കി നിങ്ങൾ ഏറ്റണ്ടേ. എന്നെ കൊണ്ട് മേലാന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഡോക്ടർ പറഞ്ഞത് ചേച്ചിയും കൂടെ കേട്ടതല്ലേ? എപ്പോഴും ഇങ്ങനെ കിടക്കെ തന്നെ കിടന്ന് എന്തോ ഒരു മൊണോട്ടണസാ. പിന്നെ നീ വെറുതെ ഓരോന്നാലോചിച്ചുകൂടി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കും. നിന്റെ മെന്റൽ കണ്ടീഷൻ എനിക്കറിഞ്ഞൂടെ? ഇതേലാകുമ്പോ ഒന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാലോ. അത് ഞാൻ പിടിച്ച് നടന്നോളാം. എന്നാൽ ഇതേ കയറാൻ മേല. അയ്യേ എന്റെ ചേട്ടത്തി, ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് മനുഷ്യനെ പിടിച്ചു തിന്നുന്ന എന്തോന്നുമല്ല. ഇറ്റ്സ് എ വെരി ഓർഡിനറി വീൽ ചെയർ, യു നോ. ലുക്ക്, ഐ എം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ്. പ്ലീസ്. ഇപ്പൊ ചേർത്തി ഞാൻ അസുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ചേർത്തി ഈ രണ്ട് കൈകൾ ഇതിലിങ്ങനെ കുത്തിയിട്ട് ബാക്ക് എടുത്ത് മെല്ലെ ഇതിൽ വെച്ചിട്ട് എക്സ്ക്യൂസ് മീ, ഓട്ടോ റെഡി, ഞാനും റെഡി. ഹേയ്,
പ്രേംകാന്തി ഇത് എങ്ങോട്ടാ? ട്രിവാൻഡ്രം വരെ. ഏ? ആ. കാലിക്കറ്റ് പോകുന്നെന്ന് പറഞ്ഞിട്ട്? ഓ, ഞാൻ ആ പോക്കൊക്കെ അങ്ങോട്ട് മാറ്റി. ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് നേരിട്ട് ചിലരെ കാണാനുണ്ട്. ഞാൻ കൂടി ഉണ്ടെങ്കിൽ സോണിക്ക് ട്രിവാൻഡ്രം വരെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. ഒറ്റയ്ക്ക് പോയാ എന്നെ ആരും പിടിച്ച് തിന്നത്തൊന്നുമില്ല. എന്നെ പ്രതി പ്രേംകാന്തി ട്രിവാൻഡ്രം വരെ വന്ന് ബുദ്ധിമുട്ടണമൊന്നുമില്ല. ഏയ്, സോണിക്ക് ബോറടിക്കാതിരിക്കാനേ നമുക്ക് എന്തെല്ലാം സീരിയസ് ഇൻട്രസ്റ്റ് മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. ഐ മീൻ TV. ജസ്റ്റ് ടിവിന്ന് എങ്ങാനൊരു വാക്ക് മിണ്ടിയ ആ നിമിഷം ഞാൻ ട്രെയിനിൽ നിർത്തി ചാടും. എന്റെ ഈശോയെ ചതിക്കല്ലേ. TV പോയിട്ട് ഒരു സിംഗിൾ ടീ പോലും ഞാൻ പറയത്തില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. പ്ലീസ് കം 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 കം. ബൈ ചേച്ചി. ബൈ. ആഹാ, നീ ഇതപ്പോ വന്നു. എന്നതാണേ, നിന്നെ കണ്ട സിനിമയുടെ ഹീറോ മാതിരി ഉണ്ടല്ലോ, ആകെ അങ്ങ് തടിച്ചുരുണ്ട് കൊഴുത്ത്. എന്താ കഥാ തിരക്കഥാ സംവിധാനം ഒക്കെ കൂടാതെ ഇപ്പൊ അഭിനയം തുടങ്ങിയോ? ഓ, ഞാൻ അതൊക്കെ എന്നെ നിർത്തി കലാ കച്ചവടത്തിന് വഴിമാറി കൊടുത്തു. രാവിലെ മുതൽ റബ്ബർ തോട്ടത്തിലും പാടത്തുറങ്ങി അധ്വാനിച്ചപ്പോഴല്ലേ എന്റെ സുഖം മനസ്സിലായത്. അവിടുത്തെ കാറ്റിനും വെള്ളത്തിനും ഒക്കെ എന്നാ കുളിർമയെന്നറിയോ. എടാ, വെറുതെ പറഞ്ഞ് എന്നെ കൊതിപ്പിക്കാതരാ. സത്യം പറഞ്ഞാൽ കുറച്ചു ദിവസം അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറയായി. എന്നാ ചെയ്യാനാ, ഇവിടുത്തെ ഈ മുടിഞ്ഞ തിരക്കിനിടയ്ക്ക് സമയം കിട്ടണ്ടേ? ആട്ടെ, നീ എന്നെ അപ്പച്ചനപ്പച്ചയെ കൂട്ടിക്കൊണ്ട് വരാത്തെ? ഓ, അതിനവരവിടെ ഉണ്ടായിട്ട് വേണ്ടായോ? ഭരണം എനിക്ക് കൈമാറിയിട്ട് അവര് ഹണിമൂണിന് പോയിരിക്കില്ലയോ? ആഹാ, ഇത്തവണ എങ്ങോട്ടാ? ഗോവയിലേക്ക്. അവിടെ ഫെയിലേക്ക് അടിച്ചു കറങ്ങി വാൾ വെച്ച് നടക്കുന്നുണ്ടാവും. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എനിക്കൊരു ഇത്തിരി പണി കൂടെ തീർക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. അയ്യോ, ഒരു രക്ഷയില്ല. എനിക്കിപ്പോ തന്നെ പോണം. ഞാൻ ഇച്ഛാ വരാൻ വേണ്ടി കാത്തിരിക്കല്ലായിരുന്നോ? ഞാൻ വളം വാങ്ങാൻ വണ്ടി കൊണ്ടുവന്നിരിക്കുക. അവിടെയാണെങ്കിൽ തോട്ടത്തിൽ ജോലിക്കാരൻ നിപ്പുണ്ട്. വള സമയത്ത് ചെയ്തില്ലെങ്കിലേ റബ്ബർ പാല് തരത്തില്ല. റബ്ബർ പാല് തന്നില്ലെങ്കിൽ കയ്യില് ജോർജ് കുട്ടിയും വരത്തില്ല. മനസ്സിലായ? അപ്പൊ ഞാൻ പോവാ. അടുത്ത ആഴ്ച വീണ്ടും വരുന്നുണ്ട്. 2 പൂവൻകൊലയൊക്കെ ആയിട്ട്. പൂവമ്പഴം എന്ന് പറഞ്ഞാൽ ഇച്ചായന് ജീവനാണെന്ന് എനിക്ക് അറിയത്തില്ലയോ. പണ്ട് ബഡ്ജറ്റ് പോകരുത്. ഞാൻ പറയാം.